എല്ലാവർക്കും അലിഗ്രോ മാപ്പിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ ഡിസ്കസ് ചെയ്യാനായിട്ട് പോകുന്നത് ചോദ്യം ഇത് തന്നെയാണ്. ഒരു ക്ലോക്കിൽ 4 മണി മുഴങ്ങാൻ 12 സെക്കൻഡ് സമയം വേണ്ടി വരുന്നു എങ്കിൽ 8 മണി മുഴങ്ങാൻ എത്ര സെക്കൻഡ് സമയം വേണ്ടി വരും? ഓക്കെയാണ്. അപ്പൊ ഒന്നും കൂടെ അത്യാവശ്യം ക്ലോക്കുമായിട്ട് ബന്ധപ്പെട്ട ഒരു ചോദ്യമാണ്. അപ്പൊ ഇവിടെ പറഞ്ഞിരിക്കുന്നത് എന്താണ്? ഒരു ക്ലോക്കിൽ 4 മണി മുഴങ്ങാൻ അല്ലെങ്കിൽ ഒരു 4 ബെൽ അടിക്കാനായിട്ട് എത്ര സെക്കൻഡ് സമയം വേണം? 12 സെക്കൻഡ് സമയം വേണ്ടി വരുന്നു എന്നാ പറഞ്ഞിരിക്കുന്നത്. അങ്ങനെയാണെങ്കിൽ 8 മണി മുഴങ്ങാനായിട്ട് അല്ലെങ്കിൽ 8 ബെൽ അടിക്കാനായിട്ട് എത്ര സെക്കൻഡ് സമയം വേണ്ടി വരും എന്നാണ്. ഓക്കെ അല്ലേ? ശരി. അപ്പോ ഇതിനകത്ത് ഞാൻ ആദ്യം ഷോർട്ട് കട്ട് പറയാം, രണ്ടാമത് എന്താണ് കാര്യം ഉദ്ദേശിക്കുന്നത് എന്നുള്ള കാര്യം പറഞ്ഞുതരാം. ഓക്കെ അല്ലേ? അപ്പോ ആദ്യം പക്ക ഷോർട്ട് കട്ട് ഞാനങ്ങ് പറയും. 4 മണി മുഴങ്ങാൻ 4 ബെല്ലടിക്കാനായിട്ട് അല്ലെങ്കിൽ 4 മണി മുഴങ്ങാനായിട്ട് 12 സെക്കൻഡ് സമയം വേണ്ടി വരുന്നു. ഓക്കെ ആണ്. അപ്പൊ ഒന്നും കൂടെ 4 ബെല്ലടിക്കാനായിട്ട് 12 സെക്കൻഡ് സമയം വേണ്ടി വരും. ക്ലിയർ? നമ്മുടെ ചോദ്യം എന്താണെങ്കിൽ 8 മണി മുഴങ്ങാൻ അല്ലെങ്കിൽ 8 ബെല്ലടിക്കാൻ എത്ര സെക്കൻഡ് സമയം വേണമെന്നാണ്. അപ്പൊ ഒന്നും കൂടെ 4 ബെല്ലടിക്കാനായിട്ട് 12 സെക്കൻഡ് സമയം വേണം. അങ്ങനെയാണെങ്കിൽ 8 ബെല്ലടിക്കാനായിട്ട് എത്ര സെക്കൻഡ് വേണം എന്നാണ് ചോദ്യം. അത്യാവശ്യം നമ്മുടെ മനസ്സിൽ പെട്ടെന്ന് വേണം. 4 ബെല്ലടിക്കുകയാണെങ്കിൽ 12 സെക്കൻഡ്, അങ്ങനെയാണെങ്കിൽ 8 24 അല്ല സംഭവം എന്താണെന്നൊക്കെ വിശദീകരിച്ച് ഞാൻ പറഞ്ഞുതരാം. ആദ്യം ഷോർട്ട് കട്ടാണ്. അപ്പൊ ഇങ്ങനെ ഒരു ചോദ്യം കിട്ടിക്കഴിഞ്ഞാൽ നമ്മൾ എങ്ങനെ കളി വെച്ചാൽ ഇതേപോലെ തന്നെയുണ്ട്. 4 ബെല്ലടിക്കാൻ 12 സെക്കൻഡ്. ഓക്കെ ആണെ? 4 ബെല്ലടിക്കാൻ 12 സെക്കൻഡ്. അങ്ങനെയാണെങ്കിൽ 8 ബെല്ലടിക്കാൻ എത്ര സെക്കൻഡ്? സംഭവം ചെയ്യുന്നത്രേ ഉള്ളൂ. നമ്മൾ ഈ ഇടതുവശത്ത് വരുന്ന നമ്പറിനെ വെട്ടി ഓരോന്ന് വീതം കുറച്ചിടും. 1 കുറച്ച് 4 വെട്ടി 1 കുറച്ച് 3 എഴുതി. 8 വെട്ടി 1 കുറച്ച് 7 എഴുതി. അപ്പൊ ഒന്നും കൂടെ ഇടതുവശത്ത് വരുന്ന നമ്പേഴ്സിനെ നമ്മൾ എന്ത് ചെയ്യണം? വെട്ടി ഓരോന്ന് വീതം കുറച്ചെഴുതണം. 4 വെട്ടി 1 കുറച്ച് 3 എഴുതി. 8 വെട്ടി 1 കുറച്ച് 7. ക്ലിയർ ആണ്? ഫസ്റ്റ് ഇനി നമ്മൾ ചെയ്യുന്നത് ഇവന്മാരെ അങ്ങോട്ടും ഇങ്ങോട്ടും ക്രോസ് ചെയ്യും. ഇതിനെ അങ്ങോട്ടും ഇങ്ങോട്ടും ക്രോസ് ചെയ്യുമ്പോൾ 2 നമ്പർ വരുന്നതിനെ മേളിൽ എഴുതും. ക്രോസ് ചെയ്യുന്ന സമയത്ത് 1 നമ്പർ വരുന്നതിനെ ഡിനോമിനേറ്റർ ആയിട്ട് താഴെ എഴുതും. അപ്പൊ ഒന്നും കൂടെ നമ്മൾ അങ്ങോട്ടും ഇങ്ങോട്ടും ക്രോസ് ചെയ്യുമ്പോൾ 2 നമ്പർ വരുന്നതിനെ മേളിൽ എഴുതും. 1 നമ്പർ വരുന്നതിനെ താഴെ എഴുതും. ക്രോസ് ചെയ്യുമ്പോൾ 2 നമ്പർ ഇവിടെ അല്ലേ പറഞ്ഞത്? ഇവിടെ അല്ലേ പറഞ്ഞു? അപ്പൊ നമ്മൾ 7 × 12 മേളിലും എഴുതി. ഒറ്റയ്ക്ക് നിൽക്കുന്ന 3നെ പിടിച്ച് താഴെ എഴുതി. 3 ഒരു പ്രാവശ്യം, 12 3 4 പ്രാവശ്യം. 7 × 4 നമുക്ക് കിട്ടി 28 സെക്കൻഡ്. നമ്മൾ നേരത്തെ പറഞ്ഞ 24 ആണോ? അല്ല. അപ്പൊ നമ്മുടെ ആൻസർ കിട്ടി 28 സെക്കൻഡ് എന്ന് പറയും. 28 സെക്കൻഡ് എന്ന് പറയും. ഓക്കെ ആണോ? അപ്പോ എഴുതേണ്ട രീതി ഇത്രയേ ഉള്ളൂ. 4 മണി അടിക്കാൻ 12 സെക്കൻഡ്, 8 മണി മുഴങ്ങാൻ എത്ര? നമ്മൾ എന്ത് ചെയ്യുന്നു? ഇടതുവശത്തുള്ള നമ്പറിനെ ഓരോന്ന് വീതം വെട്ടി ഓരോന്ന് വീതം കുറച്ച് കഴിഞ്ഞു. 4നെ വെട്ടി 3 ആക്കി, 8നെ വെട്ടി 7 ആക്കി. ക്രോസ് ചെയ്യുമ്പോൾ 2 നമ്പർ വരുന്നതിന് മേളിൽ എഴുതി കൊടുക്കുന്നു. 1 നമ്പർ വരുന്നതിന് നമ്മൾ താഴെ എഴുതി കൊടുക്കും. ഓക്കെ, ക്രോസ് ചെയ്തു, ആൻസർ കിട്ടി. ഓക്കെ അല്ലേ? സംഭവം എന്താണ് ഉദ്ദേശിക്കുന്നത് വെച്ചാൽ ഇവിടെ പറഞ്ഞിരിക്കുന്നത് ഒരു ക്ലോക്കില് 4 മണി മുഴങ്ങാൻ. ശരി, സിമ്പിൾ ആയിട്ട് പറയണമെങ്കിൽ 4 മണി മുഴങ്ങുകയാണെ ഒന്നാമത്തെ ബെല്ല് മുഴങ്ങി, രണ്ടാമത്തെ ബെല്ല് മുഴങ്ങി, മൂന്നാമത്തെ ബെല്ല് മുഴങ്ങി, നാലാമത്തെ ബെല്ല് മുഴങ്ങി. അപ്പൊ ഒന്നും കൂടെ ഒന്നാമത്തെ ബെല്ല് ടിങ്, രണ്ടാമത്തെ ബെല്ല് ടിങ്, മൂന്നാമത്തെ ബെല്ല് ടിങ്, നാലാമത്തെ ബെല്ല് ടിങ്. ഓക്കെ ആണോ? 4 ബെല്ല് മുഴങ്ങി. ഓക്കെ ആണെ? ഈ 4 ബെല്ല് മുഴങ്ങി വരാനായിട്ട് എത്ര സെക്കൻഡ് എടുക്കും എന്നാ പറഞ്ഞിരിക്കുന്നത്? 12 സെക്കൻഡ് സമയം വേണോ എന്നാ പറഞ്ഞിരിക്കുന്നത്. 12 സെക്കൻഡ് സമയം വേണം. ഓക്കെ ആണോ? അപ്പൊ ഈ പറയുന്ന 4 ബെല്ല് മുഴങ്ങാനായിട്ട് 12 സെക്കൻഡ് വേണമെന്നാണ് ഉദ്ദേശിക്കുന്നത്. എത്രയേ ഉള്ളൂ? നമുക്ക് ഇത് മുതൽ ഇതുവരെ ഉള്ളൂ അല്ലെ? ഇതിനകത്ത് എത്ര ഗ്യാപ്പ് ഉണ്ടെന്നാണ്. ഇതിനകത്ത് എത്ര ഗ്യാപ്പാണുള്ളത്? 1 2 3 ഗ്യാപ്പുകളാണ്. 4 ബെല്ലൊക്കെ അടിച്ചു, പക്ഷെ 3 ഗ്യാപ്പുകളാണുള്ളത്. ഈ 3 ഗ്യാപ്പും ഫില്ല് ചെയ്ത് വരാൻ എത്ര സെക്കൻഡ് എടുത്തു? 12 സെക്കൻഡ് എടുത്തു. അപ്പൊ ഒന്നും കൂടെ 1 2 3 ഗ്യാപ്പുകളാണ്, 3 സ്പേസുകളാണ് ഈ പറയുന്ന ഓരോ മണിക്കും ഇടയിലുള്ള അല്ലെ? ഈ പറയുന്ന മണികൾക്കിടയിലുള്ള ഗ്യാപ്പ് എന്ന് പറഞ്ഞാൽ വെറും 3 ആണ്. 1 2 3 4 ബെല്ല് മുടങ്ങിയപ്പോ 3 ഗ്യാപ്പ് ഉണ്ടായിരുന്നു. ആ 3 ഗ്യാപ്പ് ഫില്ല് ചെയ്ത് വരാൻ 12 സെക്കൻഡ് സമയം എടുത്തു.
ഇനി പറ 3 ഗ്യാപ്പ് ഫില്ല് ചെയ്യാൻ 12 സെക്കൻഡ്. ഒന്നും കൂടെ 3 ഗ്യാപ്പ് ഫില്ല് ചെയ്യാൻ 12 സെക്കൻഡ്. 3 ഗ്യാപ്പ് ഫില്ല് ചെയ്യാൻ 12 സെക്കൻഡ്. അപ്പൊ ഒരു ഗ്യാപ്പ് എന്ന് പറഞ്ഞാൽ 12/3 എത്രാന്ന് കിട്ടും? 4 സെക്കൻഡ് എന്ന് പറയും. ഓക്കെ ആണോ? ഈ 3 ഗ്യാപ്പ് ഫില്ല് ചെയ്ത് വരാനായിട്ട് 12 സെക്കൻഡ്. അതായത് ഒരു ഗ്യാപ്പ് എന്ന് പറഞ്ഞാൽ 12/3 ഗ്യാപ്പ് 3 ചെയ്തപ്പോ ഓരോ ഗ്യാപ്പ് എന്ന് പറഞ്ഞാൽ 4 സെക്കൻഡ്. ഓക്കെ ഓക്കെ. ഇനി നിങ്ങൾ പറ, ഇവിടെ 8 മണി മുഴങ്ങും എത്ര ഗ്യാപ്പ് വേണം? 8 ഗ്യാപ്പ് വേണോ? ഇല്ല. അതിൽ നിന്ന് ഒന്ന് കുറച്ചങ്ങ് പറഞ്ഞാൽ 7 ഗ്യാപ്പ് വേണം. അപ്പൊ 8 ബെല്ലടിക്കുമ്പോ അവിടെ 7 ഗ്യാപ്പ് വേണം. ഓരോ ഗ്യാപ്പ് എന്ന് പറഞ്ഞാൽ 4 സെക്കൻഡ് ആണ്. അപ്പോ 7 ഗ്യാപ്പ് ഉണ്ടെങ്കിൽ 7x4 നമുക്ക് കിട്ടി 28 സെക്കൻഡ്. ഇത് തന്നെയല്ലേ നമുക്ക് നേരത്തെ കിട്ടിയത്. ഓക്കെ. അപ്പൊ നമ്മൾ അത്യാവശ്യം ഇതിനകത്ത് മണികളുടെ എണ്ണം വെച്ചല്ല പറയണത്, ഓരോ മണിക്കിടയിലുള്ള ഗ്യാപ്പ്, ഓരോ ബെല്ലടിക്കുമ്പോഴും അതിനിടയിൽ വരുന്ന ഗ്യാപ്പുകൾ അല്ലെ, എത്ര ഗ്യാപ്പ് ഉണ്ടെന്നാണ് നമ്മൾ നോക്കണം. 3 ഗ്യാപ്പ് ഫില്ല് ചെയ്യാൻ 12 സെക്കൻഡ്. അതായത് ഒരു ഗ്യാപ്പ് എന്ന് പറഞ്ഞാൽ എത്രയായിരിക്കും? 4 സെക്കൻഡ്. അങ്ങനെ 8 ബെല്ലടിക്കുമ്പോൾ 7 ഗ്യാപ്പ് വേണം. 7x4 കിട്ടി 28 സെക്കൻഡ് സമയം. 28 സെക്കൻഡ്. അങ്ങനെയാണെങ്കിൽ 1-2 ക്വസ്റ്റ്യങ്ങൾ നമുക്ക് വർക്ക്ഔട്ട് ചെയ്യാം. സിമ്പിൾ ആയിട്ട് നമുക്ക് എന്ത് മതി? ഈ പറയുന്ന ഷോർട്ട് കട്ട് മതി. സിമ്പിൾ ആയിട്ട് നമുക്ക് ചെയ്തു വരാം. ചോദ്യം. അപ്പോ നമ്മുടെ അടുത്ത ചോദ്യം ഇങ്ങനെയാണ്: ഒരു ക്ലോക്കിൽ 5 മണി മുഴങ്ങാൻ 24 സെക്കൻഡ് സമയം വേണ്ടി വരുന്നു എങ്കിൽ 8 മണി മുഴങ്ങാൻ എത്ര സെക്കൻഡ് സമയം വേണ്ടി വരും? ഓക്കെ അല്ലെ? 5 മണി മുഴങ്ങാൻ 24 സെക്കൻഡ് എടുക്കുന്നു എന്നല്ലേ പറഞ്ഞിരിക്കുന്നത്. സിമ്പിൾ ആയിട്ട് പറ. 5 മണി മുഴങ്ങാൻ 24 സെക്കൻഡ്. അങ്ങനെയാണെങ്കിൽ 8 മണി മുഴങ്ങാൻ എത്ര സെക്കൻഡ് എടുക്കുന്നതാണ്? നമുക്കറിയാം, ഇടതുവശത്തുള്ള നമ്പറിനെ വെട്ടി 1 കുറച്ചെഴുതും. വീണ്ടും ഇടതുവശത്തുള്ള നമ്പറിനെ 8നെ വെട്ടി 1 കുറച്ച് 7 എന്ന് പറഞ്ഞെഴുതും. ഓക്കെ അല്ലേ? അടുത്ത സ്റ്റെപ്പ് എന്ത് ചെയ്യും? ക്രോസ് ചെയ്യുമ്പോൾ 2 നമ്പർ, ഇവിടെ 2 നമ്പർ അതിനങ്ങ് മേളിൽ എഴുതും. ഒറ്റയ്ക്ക് നിൽക്കുന്ന 4നെ പിടിച്ച് താഴെ എഴുതും. ഇവിടെയാണ് ക്രോസ് ചെയ്യുമ്പോൾ 2 നമ്പർ, അതായത് 7x24 ഡിവൈഡഡ് ബൈ ഒറ്റയ്ക്ക് നിൽക്കുന്ന 4നെ പിടിച്ച് താഴെ എഴുതി. 4 ഒരു പ്രാവശ്യം, 24 6 പ്രാവശ്യം. 6x7 ചെയ്യുമ്പോൾ നമുക്ക് കിട്ടും എത്ര സെക്കൻഡ് സമയം വേണ്ടി വരും? 42 സെക്കൻഡ് സമയം വേണ്ടി വരും. ഇവിടെ ഇനി നമ്മൾ ഡോട്ടൊക്കെ ഇട്ടോണ്ടിരിക്കണം വേണ്ട, സിമ്പിൾ ആയിട്ട് മനസ്സിലാക്കിയിരിക്കുക. 5 മണി മുഴങ്ങാൻ 24 സെക്കൻഡ്, 8 മണി മുഴങ്ങാൻ എത്ര സെക്കൻഡ് എടുക്കും? ഓരോന്ന് വീതം കുറച്ചെഴുതി. ക്രോസ് ചെയ്യുമ്പോൾ 2 നമ്പർ വരുന്നതിന് മേളിലങ്ങ് എഴുതും. 7x24 മേളിൽ എഴുതി. ഒറ്റയ്ക്ക് നിൽക്കുന്ന 4നെ പിടിച്ച് താഴെ എഴുതി. 4 ഒരു പ്രാവശ്യം, 24 6 പ്രാവശ്യം. 7x6 കിട്ടി 42 സെക്കൻഡ്. അടുത്ത ചോദ്യം. നമ്മുടെ അടുത്ത ചോദ്യം ഇങ്ങനെയാണ്: ഒരു ക്ലോക്കിൽ 6 മണി മുഴങ്ങാൻ 25 സെക്കൻഡ് വേണ്ടി വരുന്നു എങ്കിൽ 4 മണി മുഴങ്ങാൻ അല്ലെങ്കിൽ 4 മണി അടിക്കാൻ എത്ര സെക്കൻഡ് സമയം വേണ്ടി വരുമെന്നാണ്. ഒന്നുകൂടെ, ഒരു ക്ലോക്കിൽ 6 മണി മുഴങ്ങാൻ 25 സെക്കൻഡ് വേണ്ടി വരുന്നു. സിമ്പിൾ ആയിട്ട് പറയണമെങ്കിൽ 6 മണി മുഴങ്ങാൻ 25 സെക്കൻഡ് വേണ്ടി വരുന്നു. അങ്ങനെയാണെങ്കിൽ 4 മണി മുഴങ്ങാൻ എത്ര സെക്കൻഡ് വേണം എന്നാണ് ചോദ്യം. നമ്മൾ എന്ത് ചെയ്യും? ഇടത്തോട്ടുള്ള ഓരോന്ന് അങ്ങ് വെട്ടി അങ്ങ് കുറച്ചൊക്കെ എഴുതും. 6നെ വെട്ടി ഓരോന്ന് കുറച്ച് 5 എഴുതി. 4നെ വെട്ടി 1 കുറച്ച് 3 എന്ന് പറഞ്ഞ് എഴുതി. അടുത്ത സ്റ്റെപ്പ് ക്രോസ് ചെയ്യുമ്പോൾ 2 വരുന്നതിന് മേളിലങ്ങ് എഴുതും. ഇവിടെ അല്ലേ 2 വരുന്നത്? 3x25 മേളിലും ഒറ്റയ്ക്ക് നിൽക്കുന്ന 5നെ പിടിച്ച് താഴെ എഴുതി കൊടുക്കും. 5ൽ 5 ഒരു പ്രാവശ്യം, 25ൽ 5 5 പ്രാവശ്യം. 3x5 കിട്ടി. എത്ര സെക്കൻഡ് സമയം വേണ്ടി വന്നു? 15 സെക്കൻഡ് സമയം വേണ്ടി വന്നു. 15 സെക്കൻഡ് സമയം വേണ്ടി വന്നു. സിമ്പിൾ ആയിട്ട് നമ്മൾ ചെയ്താൽ പറയും. ഓക്കെ അല്ലേ? അങ്ങനെയാണെങ്കിൽ 1-2 ചോദ്യങ്ങൾ കൂടെ ക്വസ്റ്റ്യൻ. എങ്കിൽ പിന്നെ ഒരു 2 ചോദ്യം കൂടെ പിടിച്ചു. 2 ചോദ്യം ഇങ്ങനെയാണ്: ഒരു ക്ലോക്കിൽ 7 മണി മുഴങ്ങാൻ അല്ലെങ്കിൽ 7 ബെല്ലടിക്കാൻ 18 സെക്കൻഡ് സമയം വേണ്ടി വരുന്നു. അങ്ങനെയാണെങ്കിൽ 10 ബെല്ലടിക്കാൻ അല്ലെങ്കിൽ 10 മണികൾ മുഴങ്ങാൻ എത്ര സെക്കൻഡ് സമയം വേണ്ടി വരും എന്നാണ്. ഓക്കെ ആണെങ്കിൽ അപ്പൊ 7 ബെല്ല് മുഴങ്ങാൻ അല്ലെങ്കിൽ 7 മണി അടിക്കാനായിട്ട് 18 സെക്കൻഡ്. അങ്ങനെയാണെങ്കിൽ 10 മണി അടിക്കാൻ അല്ലെങ്കിൽ 10 ബെല്ല് മുഴങ്ങാൻ എത്ര സെക്കൻഡ്? നമുക്കറിയാം, ഓരോന്ന് വീതം കുറയ്ക്കും. 7 6 ആക്കി, 10നെ 1 കുറച്ച് 9 ആക്കി. ക്രോസ് ചെയ്യുമ്പോൾ 2 വരുന്നതിനെ മേളിൽ എഴുതി. ഇവിടെ അല്ലേ 9x18 മേളിൽ എഴുതി. ഒറ്റയ്ക്ക് നിൽക്കുന്ന 6നെ പിടിച്ച് താഴെ എഴുതി. 6ൽ 6 ഒരു പ്രാവശ്യം. 18ൽ 6 എത്ര പ്രാവശ്യം ഉണ്ട്? 3 പ്രാവശ്യം. 9x3 കിട്ടി 27 സെക്കൻഡ് സമയം വേണ്ടി വരും. അതായത് 10 ബെല്ല് മുഴങ്ങണമെങ്കിൽ എത്ര സെക്കൻഡ് വേണം? 27 സെക്കൻഡ് സമയം വേണം.
അങ്ങനെയാണെങ്കിൽ അടുത്ത ചോദ്യം ഇങ്ങനെയാണ് 8 ബെല്ല് മുഴങ്ങാൻ 49 സെക്കൻഡ്. അങ്ങനെയാണെങ്കിൽ 4 ബെല്ല് മുഴങ്ങാൻ എത്ര സെക്കൻഡ്? ഓക്കെ അല്ലേ? ശരി, നമ്മൾ ഓരോന്ന് വീതം ഒന്ന് കുറച്ചെഴുതുന്നു. 8നെ മാറ്റി 7 ആക്കി, 4നെ മാറ്റി 1 കുറച്ച് 3 ആക്കി. ക്രോസ് ചെയ്യണം. ക്രോസ് ചെയ്യുമ്പോൾ 2 നമ്പർ വരുന്നതിനെ മേളിൽ എഴുതും. ഇവിടെ അല്ലേ 2 നമ്പർ വരുന്നത്? 3 × 49 മേളിലും എഴുതി, ഒറ്റയ്ക്ക് നിൽക്കുന്ന 7നെ പിടിച്ച് താഴെ എഴുതി കൊടുത്തു. 7ൽ 7 ഒരു പ്രാവശ്യം, 49ൽ 7 പ്രാവശ്യം. 3 × 7 കിട്ടി 21 സെക്കൻഡ് സമയം. 21 സെക്കൻഡ് സമയം. അതായത് നമുക്ക് പറയാം 4 ബെല്ല് മുഴങ്ങണമെങ്കിൽ എത്ര സെക്കൻഡ് സമയം വേണം? 21 സെക്കൻഡ് സമയം വേണം. അങ്ങനെയാണെങ്കിൽ നിങ്ങൾക്ക് വേണ്ടിയുള്ള അടുത്ത ചോദ്യം ഇങ്ങനെയാണ്. ഒരു ക്ലോക്കിൽ 9 ബെല്ല് മുഴങ്ങാൻ, 9 മണിയടിക്കാൻ 24 സെക്കൻഡ് സമയം വേണ്ടി വരുന്നു. അങ്ങനെയാണെങ്കിൽ 5 മണി മുഴങ്ങാൻ എത്ര സെക്കൻഡ് വേണമെടാ എന്നാണ് ചോദ്യം. ഒന്നും കൂടെ, 9 മണി മുഴങ്ങാൻ 24 സെക്കൻഡ് എടുക്കുന്നു. അങ്ങനെയാണെങ്കിൽ 5 ബെല്ലടിക്കാൻ എത്ര സെക്കൻഡ് വേണം? പറ കമന്റിൽ പോരട്ടെ. എല്ലാവരും ഉറപ്പായിട്ട് ഇതിന്റെ ആൻസർ കമന്റ് ചെയ്യണം. ഓക്കെ അല്ലേ? അപ്പോ ഈ ഒരു കുഞ്ഞ് ടെക്നിക്ക് നിങ്ങൾക്ക് എല്ലാവർക്കും മനസ്സിലായെന്ന് വിശ്വസിക്കുന്നു. സാധാരണ PSC പരീക്ഷകൾക്കൊക്കെ കണ്ടുവരുന്ന ഒരു ചോദ്യമാണ്. കുറച്ചു പേർക്കൊക്കെ കൺഫ്യൂഷൻ അടിക്കാറുണ്ട്. അങ്ങനെ എല്ലാവർക്കും ഒന്നും ഞാൻ പറയുന്നില്ല. കുറച്ചു പേർക്കെങ്കിലും കുറച്ച് ചെറിയ രീതിയിലൊക്കെ കൺഫ്യൂഷൻ അടിക്കാറുണ്ട്. അപ്പോൾ സിമ്പിൾ ആയിട്ട് മനസ്സിലായല്ലോ, എല്ലാവർക്കും നന്നായിട്ട് മനസ്സിലായെന്ന് വിശ്വസിക്കുന്നു. അപ്പോൾ ഈ ഒരു ഷോർട്ട് കട്ട് അങ്ങ് പഠിച്ചു വെച്ചാൽ നമുക്ക് എന്ത് ചെയ്യാം? സിമ്പിൾ ആയിട്ട് ഈ ഒരു ക്വസ്റ്റിന്റെ ആൻസർ നമുക്ക് ചെയ്യാൻ പറ്റും. ഓക്കെ അല്ലേ? ഇനിയും ഒരുപാട് ക്ലാസ്സുകളായിട്ട് നമുക്ക് കാണാം. അങ്ങനെയാണെങ്കിൽ ഈ ഒരു ക്ലാസ് അവസാനിപ്പിക്കുന്നു. എല്ലാവർക്കും ഓൾ ദ ബെസ്റ്റ്. താങ്ക് യു.